ഇവിടെ ഒരു ചെമ്മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. ചെമ്മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ചെമ്മീൻ നന്നാക്കി അതിൻ്റെ ഞാരൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഉപ്പും മുളകും മഞ്ഞളും തേച്ച് വെച്ചിരിക്കുന്നതാണ് ഈ ചെമ്മീൻ. ഇത് 1/2 കിലോയിലും കുറച്ച് കൂടുതലുണ്ട്. ഇത് ഞാനൊരു കറിയായിട്ടാണ് വയ്ക്കുന്നത്, ചെമ്മീൻ കറിയായിട്ടാണ് വയ്ക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, ചുമന്നുള്ളി, കറിവേപ്പില തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആദ്യമേ തന്നെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ചൂടാക്കിയ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം ഉള്ളി മൂപ്പിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇനി ഈ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ചൂടായ ചട്ടിയാണ്. വെളിച്ചെണ്ണ ചൂടായി. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ചുമന്നുള്ളി ചേർത്ത് ആദ്യം താളിച്ചിട്ടാണ് ഞാൻ അതിനകത്തേക്ക് തേൻപാൽ 3 പാലെടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ആദ്യത്തെ പാല്, 2ാം പാല്, 3ാം പാല്, പിന്നെ 3 പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 കപ്പ് നാളികേരത്തിൽ നിന്നാണ് 3 പാലെടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാനതിലേക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ചുമന്നുള്ളി മൂത്ത് വന്നതിന് ശേഷം ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കണം. ചുമന്നുള്ളിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ചുമന്നുള്ളി മൂത്ത് വന്നിട്ട് ഇഞ്ചിയും പച്ചമുളകും അതിൽ താളിച്ച് കറിവേപ്പില ഇട്ടിട്ട് തേൻപാൽ ഒഴിച്ചിട്ട് നമ്മൾ കറിയാക്കുന്നത്. ഈ ചാനൽ കാണുന്നവർ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബും ചെയ്തോളൂ. ചുമന്നുള്ളി ഒരുവിധം മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൂത്ത് അതിൽ വെള്ളമൊക്കെ വറ്റി ഒരു മൂപ്പായതിന് ശേഷം കറിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ്. ഇതേ വെളിച്ചെണ്ണയിലേക്കാണ് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. മീൻകറിക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പും മുളകും മഞ്ഞളും പുരട്ടി വെച്ചിട്ടുള്ള ചെമ്മീനാണ് ഇടുന്നത് എങ്കിലും അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഉള്ളി മൂത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളി ഒരുവിധം ബ്രൗൺ കളറായി തുടങ്ങി വന്നിട്ടുണ്ട്. നന്നായി മൂക്കണമെന്നില്ല, ഒരുവിധം മൂത്ത് കഴിഞ്ഞാൽ പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, എൻ്റെ ചെറിയ സ്പൂണിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി 2 സ്പൂൺ നല്ലോണം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഈ പൊടികളെല്ലാം ഇട്ട് ഇതിൽ തന്നെ ഒന്ന് ചൂടാക്കി ഞാൻ ആദ്യം 3ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3ാം പാൽ ഒഴിച്ച് ഇത് തിളയ്ക്കാൻ വയ്ക്കും. ആ 3ാം പാൽ ഒഴിച്ചതിൻ്റെ കൂടെ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഈ കഷ്ണങ്ങൾ ഞാൻ ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് കുതിർത്തിയിട്ടാണ് ഞാൻ കുടംപുളി കഷ്ണങ്ങളാക്കി ഇട്ടിരിക്കുന്നത്. ഇനി ഇത് തിളച്ച് ഒന്ന് കട്ടിയായതിന് ശേഷം നമുക്ക് 2ാം പാലും 1ാം പാലും ഒക്കെ വീത്താം.
മൂന്നാം പാൽ ഒഴിച്ച് വറ്റി വന്നതിന് ശേഷം രണ്ടാം പാൽ ഒഴിക്കുകയാണ്. ഇപ്പോഴും മീൻ ഇട്ടിട്ടില്ല, നമ്മുടെ ചെമ്മീൻ നമ്മൾ ഇട്ടിട്ടില്ല. രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇനി വറ്റാനായിട്ട് വെയിറ്റ് ചെയ്യാം. രണ്ടാം പാൽ ഒഴിച്ച് നന്നായി വറ്റിയതിന് ശേഷം നമ്മുടെ മീനും തേൻപാലും ഞാൻ ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ചെമ്മീന് വേവ് കുറവാണ്, അതായത് പെട്ടെന്ന് വെന്തു പോവും. കൂടുതൽ വേവിച്ചാൽ അത് കട്ടിയായിട്ട് റബ്ബർ പോലെയാവും. വളരെ സോഫ്റ്റായിട്ട് ഇരിക്കണമെങ്കിൽ അതധികം വേവിക്കാൻ പാടില്ല. അപ്പം നന്നാ പാകത്തിന് വേവും വേണം, അല്ലെങ്കിൽ വയറിന് അസുഖം വരും. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാം പാല് പറ്റിയതിന് ശേഷം ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ ഞാൻ അതിലേക്കും തേൻപാൽ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. തേൻപാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി മീൻ ഇതിൽ കിടന്നിട്ട് വേവണം. ചെമ്മീൻ ഇതിൽ കിടന്ന് വെന്തതിന് ശേഷം തേൻപാൽ ഫുള്ളായിട്ട് ഒഴിച്ചു. ഇനി തിളച്ച് വല്ലാണ്ട് ഇനി തിളപ്പിച്ച് വറ്റിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറി, അതായത് ഇതിൻ്റെ ചാറ് കറക്റ്റാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് ചെമ്മീൻ വേവാനായിട്ട് നമ്മൾ അനുവദിക്കാം. കുറുകിയ തേങ്ങാപ്പാലിൽ, അതായത് തേൻപാലും എല്ലാ പാലും നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ കുറുകിയ തേങ്ങാപ്പാലിൽ കിടന്ന് നമ്മുടെ ചെമ്മീൻ വേവണം. വേവ് കറക്റ്റാവുമ്പോൾ നമുക്ക് ഇനി അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കും ഞാൻ അതിലേക്ക്. ഒരു സ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ കയ്യിലിട്ട് ഇളക്കില്ല ചീനച്ചട്ടി അതായത് നമ്മുടെ മീൻ ചട്ടി ഒന്ന് ചുറ്റിച്ച് മീൻ വെന്ത് പാകമായി എന്ന് കാണുമ്പോൾ നമ്മളത് ഓഫാക്കിയിടണം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി, കുറുകിയ തേങ്ങാപ്പാലിൽ കുടപ്പുളി ഇട്ട ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്.